നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഇറാനെതിരെ ഏതു നിമിഷവും ഒരു സൈനിക നീക്കത്തിന് അമേരിക്കൻ സൈന്യം സജ്ജമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ അനുമതി നൽകിയിട്ടില്ലെങ്കിലും ഈ വാരാന്ത്യത്തോടെ ആക്രമണം നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് പെന്റഗൺ വൈറ്റ് ഹൌസിനെ അറിയിച്ചു. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ US സൈനിക വിന്യാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന് സമീപം മിഡിൽ ഈസ്റ്റിൽ ആക്രമണത്തിനുള്ള സമ്പൂർണ്ണ തയ്യാറെടുപ്പിൽ അമേരിക്ക. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ പദ്ധതിയും തീർത്തുകളയുന്ന ആക്രമണമാണ് ഇക്കുറി ലക്ഷ്യമിടുന്നത്. സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന ട്രംപ് ഒരു വർഷത്തിനിടയിൽ ഇറാനു നേരെ നടത്താൻ പോകുന്ന രണ്ടാമത്തെ ആക്രമണമാണ് ഇത്. വാഷിംഗ്ടൺ നിലവിൽ മിഡിൽ ഈസ്റ്റിൽ 13 യുദ്ധക്കപ്പലുകളാണ് US നാവികസേന വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള 9 ഡിസ്ട്രോയറുകളും ഉൾപ്പെടുന്നു. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും അതിന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പും അറ്റ്ലാന്റിക് കടന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. 2 US വിമാനവാഹിനി കപ്പലുകൾ ഒരേ സമയം ഒരു മേഖലയിൽ നിലയുറപ്പിക്കുന്നത് തികച്ചും അപൂർവമായ നടപടിയാണ്. അത്യാധുനിക യുദ്ധവിമാനങ്ങളായ F-22 റാപ്റ്റർ, F-35, F-15, F-16 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ വൻ ശേഖരമാണ് ജോർദാനിലെയും സൗദി അറേബ്യയിലെയും താവളങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. ഇവയുടെ സുഗമമായ പ്രവർത്തനത്തിനായി KC-135 ഏരിയൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും എയർബോൺ മുന്നറിയിപ്പ് നിയന്ത്രണ സംവിധാനങ്ങളും സജ്ജമാണ്. വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും ഇതിനോടകം വിന്യസിക്കപ്പെട്ടു കഴിഞ്ഞു. സൈനികപരമായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായ സാഹചര്യത്തിൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് US സൈന്യം. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തുന്നത്. ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി അത്യാധുനിക പോർ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമാണ് അമേരിക്ക മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. 50ഓളം F-35 യുദ്ധവിമാനങ്ങൾക്ക് പുറമെ C-17 വിമാനങ്ങൾ വഴി വൻതോതിൽ സൈനിക ഉപകരണങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിലേക്ക് അമേരിക്ക എത്തിക്കുന്നുണ്ട്. USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലും ഈജിപ്തിലെ സൂയസ് കനാലിലൂടെ മെഡിറ്ററേനിയൻ നിന്ന് ചെങ്കടലിലേക്ക് സഞ്ചരിക്കുന്നതായാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. US നേവിയുടെ MQ-4C ട്രൈറ്റൺ നിരീക്ഷണ ഡ്രോൺ ഗൾഫിന് മുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാൻ കരാറിന് തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. മനോഹരമായ ഒരു നാവിക വ്യൂഹം ഇറാന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശദമാക്കി. ഏതാനും ആഴ്ചകൾ നീണ്ടു നിൽക്കാവുന്ന ശക്തമായ സൈനിക നടപടികൾക്ക് പെന്റഗൺ തയ്യാറെടുക്കുന്നതായാണ് അന്തർദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മുക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണിക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മറുപടി നൽകുന്നത്. ഇതിനു പുറമെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നാവികാഭ്യാസവും നടത്തിയിട്ടുണ്ട്. 2018 അമേരിക്ക പിന്മാറിയ ആണവ കരാറിന് പകരമായി ഒരു പുതിയ ഉടമ്പടിയിലെത്താൻ ഇറാന് സാധിച്ചിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ഇവയെല്ലാം ഇറാനെതിരെ ഒരു യുദ്ധസന്നാഹത്തിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നവയാണ്. അതേസമയം ഇറാൻ ഭീഷണിക്കൊന്നും വഴങ്ങിയിട്ടില്ല. ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒമാൻ കടലിൽ അവർ റഷ്യയുമൊത്ത് സൈനികാഭ്യാസം ആരംഭിച്ചിട്ടുണ്ട്. US-ഉമായി ഡീൽ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റ് ഇറാന് താക്കീതു നൽകിയിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിച്ചേ തീരൂ എന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞു. യുറേനിയം സമ്പുഷ്ടമാക്കുന്ന പദ്ധതി നിർത്തിവെക്കാമെന്ന് ഇറാൻ സമ്മതിച്ചാൽ മാത്രമേ ചർച്ചയിൽ ധാരണയുണ്ടാകൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് മെഡിക്കൽ ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് ഇറാൻ വാദിക്കുന്നു. യുദ്ധത്തിന് പോകണോ ചർച്ച തുടരണോ എന്ന കാര്യത്തിൽ ട്രംപാണ് തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ സൈന്യം സജ്ജമായി നിൽക്കുമ്പോഴും അദ്ദേഹം തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് സൂചന. ഇറാൻ 2 ആഴ്ച സമയം ചോദിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ആക്രമണം നടത്താൻ തീരുമാനിച്ചാൽ തന്നെ അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കുമെന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നു. ഇറാന്റെ നിലവിൽ തകർച്ച നേരിടുന്ന ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുകയും അവരുടെ മിസൈൽ ശേഷി തകർക്കുകയും ചെയ്യുക എന്നതാണോ അതോ നിലവിലെ ഇറാൻ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുക എന്നതാണോ ട്രംപിന്റെ പദ്ധതിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്.
നിലവിലെ US സൈനിക നീക്കം വലിയ തോതിലുള്ള ഒന്നാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും മുൻകാല യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പരിമിതമാണ്. 1991 ഗൾഫ് യുദ്ധത്തിലോ 2003 ഇറാഖ് അധിനിവേശത്തിലോ അമേരിക്ക വിന്യസിച്ച സൈനിക ആസ്തികളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് US വ്യോമസേനയുടെ വലിപ്പം ഇപ്പോൾ കുറവാണ്. കൂടാതെ നിലവിലെ നീക്കത്തെ പിന്തുണയ്ക്കാൻ അന്താരാഷ്ട്ര സഖ്യകക്ഷികളോ കരസേനകളോ രംഗത്തില്ല. ഇറാനെതിരെ ഇസ്രയേൽ നേരിട്ട് ആക്രമണത്തിൽ പങ്കുചേരുന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരും. ഒരു യുദ്ധമുണ്ടായാൽ അതിന് ശേഷമുള്ള സാഹചര്യം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. സൈന്യം ആക്രമണത്തിന് പൂർണ്ണ സജ്ജമാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും സൈനിക നടപടിയാണോ ഏറ്റവും നല്ല മാർഗമെന്ന കാര്യത്തിൽ ട്രംപ് ഇപ്പോഴും സംശയാലുവാണ്. എന്നാൽ യുദ്ധത്തേക്കാൾ നയതന്ത്ര കരാറാണ് അഭികാമ്യമെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നുമുണ്ട്. നിലവിലെ സൈനിക വിന്യാസം ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും അവരെ കൊണ്ട് അനുകൂലമായ ഒരു കരാറിൽ ഒപ്പിടിയിപ്പിക്കാനുമുള്ള ട്രംപിന്റെ ഒരു തന്ത്രമാണോ എന്നാണ് വിദഗ്ധരുടെ സംശയം. അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാനും നടത്തിയിട്ടുണ്ട്. മേഖലയിലെ US സൈനിക താവളങ്ങളെ തകർക്കാൻ ശേഷിയുള്ള വൻ മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമുണ്ട്. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള തങ്ങളുടെ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ ടെഹ്റാൻ ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുക എന്നതായിരിക്കും ഇറാന്റെ ഏറ്റവും വലിയ നീക്കം. നിലവിൽ മേഖലയിലെ US താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്താനുള്ള ശേഷി ഇറാൻ ഇന്നുണ്ട്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റ് മറ്റൊരു രക്തരൂഷിതമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അടുത്ത ഏതാനും ദിവസങ്ങൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും നിർണായകം തന്നെയാണ്.